വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. നമ്മൾ ഇന്നത്തെ സെഷന് ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ്. ഓക്കെ, ഇന്ന് അതിൻ്റെ മീനിങ്, ഡെഫിനിഷന്, അതുപോലെ തന്നെ പ്രോസസ്സ്, ക്രൈറ്റീരിയ, നീഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവൈഡിങ് ടോട്ടൽ മാർക്കറ്റ് ഇൻറ്റു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, എൻറ്റയർ മാർക്കറ്റിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് മാർക്കറ്റുകളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളതിൻ്റെ മീനിങ് നോക്കാം. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് മാർക്കറ്റ് ഇൻറ്റു ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്. എന്താണ് ആ മാർക്കറ്റിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് കോമൺ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഇൻകം, ഏജ്, എഡ്യൂക്കേഷൻ, ജിയോഗ്രഫിക് ലൊക്കേഷൻ. അല്ലേ, മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിനെ അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് തരംതിരിക്കുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സെഗ്മെൻറ്റിലും പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, വ്യത്യസ്തം ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആ എൻറ്റയർ മാർക്കറ്റിനെ നമ്മൾ പല സ്വഭാവത്തിനനുസരിച്ചിട്ട്, ഇൻകം ഗ്രൂപ്പിനനുസരിച്ചിട്ട്, സെക്സിനനുസരിച്ചിട്ട്, മീൻസ് മെയിൽ, ഫീമെയിൽ, അതുപോലെ തന്നെ പല ഏജിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ തരംതിരിക്കുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻറ്റയർ മാർക്കറ്റിനെ എന്ത് ചെയ്യാണ് നമ്മൾ വിവിധ സ്വഭാവത്തിനനുസരിച്ചിട്ട്, ആളുകളുടെയൊക്കെ സ്വഭാവം, മീൻസ് ജെൻഡർ, അതുപോലെ തന്നെ ഏജ്, ഇൻകം ഗ്രൂപ്പ്, അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും പെട്ടിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുക, മീൻസ് വ്യത്യാസമാവും. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നീഡ്സ് ഓർ കോമൺ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഇൻകം, ഏജ്, എഡ്യൂക്കേഷൻ, ജിയോഗ്രഫിക് ലൊക്കേഷൻ. ഓക്കെ, എന്താണ് വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള കൺസ്യൂമേഴ്സിനെ മീൻസ് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തരംതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പല ഇൻകം ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ, അവർക്കൊക്കെ ഓരോ ഇൻകം ഗ്രൂപ്പിലും എന്തായിരിക്കും, വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ച് അവരെ തരംതിരിക്കുക. അതുപോലെ തന്നെ മെയിൽ, ഫീമെയിലിനെ തരംതിരിക്കുക. ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ചിൽഡ്രൻ, യങ്സ്റ്റേഴ്സ്, അതുപോലെ തന്നെ അല്ലേ ഓൾഡ് ഏജ്, അതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തരംതിരിക്കുക. അതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇമേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മേലുള്ളത് എൻറ്റയർ മാർക്കറ്റാണ്. പിന്നെ ആ എൻറ്റയർ മാർക്കറ്റിന് എന്ത് ചെയ്യാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ബേസിൽ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, യങ്സ്റ്റേഴ്സ്, ചിൽഡ്രൻ, വുമൺ, മെൻ. ഇപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലേ, ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻറ്റയർ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെഗ്മെൻറ്റേഷൻ പ്രോസസ്സാണ്. ഇനി അതിന് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ഫിലിപ്പ് കോട്ട്ലർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ദ സബ് ഡിവൈഡിങ് ഓഫ് ദി മാർക്കറ്റ് ഇൻറ്റു ഹോമോജീനിയസ് സബ്സെക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. അല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ ഒരേ രൂപത്തിലുള്ള സ്വഭാവത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ എനി സബ്സെക്ഷൻ മേ ബി കൺസ്യൂമബിൾ ബി സെലക്റ്റഡ് ആസ് ടാർഗറ്റ് മാർക്കറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുക. അത് ടാർഗറ്റ് മാർക്കറ്റ് ആക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് എടുക്കുക. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ അതൊക്കെയാണ് ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. സ്റ്റെപ്പുകൾ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ സ്റ്റെപ്പുകൾ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തേത് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജി ഓർ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫേം. എന്താണ്, ക്ലിയർലി ഡിഫൈൻ ദി ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഫേം എയിം ടു അച്ചീവ് ത്രൂ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. നമ്മൾ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അച്ചീവ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒരു ഗോൾ നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഓക്കെ, അത് തീരുമാനിക്കുന്നതിനെയാണ് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരിലേക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഓക്കെ, അത് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തത് ഡിസൈഡ് ദ ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷൻ.
ഓക്കെ, എന്താണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ്റെ ബേസിസ് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് മാർക്കറ്റിനെ സെഗ്മെൻ്റ് ആക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത്, അത് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, അതെന്തായിരിക്കാം, ഡെമോഗ്രാഫിക്സിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ബേസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്യുക, സെഗ്മെൻറ്റേഷൻ നടത്താം. ഓക്കെ, ഡെമോഗ്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഇൻകം ഗ്രൂപ്പിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ ജെൻഡറിൻ്റെ ബേസിൽ, ഏജ് ഗ്രൂപ്പിൻ്റെ ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സബ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണോ നമ്മൾ ചെയ്യുന്നത്, സബ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. then മൂന്നാമത്തത് സെലക്ട് സെഗ്മെൻറ്റേഷൻ വേരിയബിളാണ്. ഓക്കെ, സെഗ്മെൻറ്റേഷൻ്റെ വേരിയബിൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ സെലക്റ്റഡ് ഡെമോഗ്രാഫിക് ആസ് ബേസിസ്, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബേസിസ് നമ്മൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന വേരിയബിൾ ഒക്കെ ഏതാണ് എന്നുള്ളത്, അതിൻ്റെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ബേസ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന സബ് വേരിയബിൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡെമോഗ്രാഫിക് ബേസ് ആണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഏജ്, സെക്സ്, അതുപോലെ തന്നെ ഇൻകം തുടങ്ങിയതാണ് ഡെമോഗ്രാഫിക്കിൻ്റെ വേരിയബിളായിട്ട് വരിക. അപ്പോൾ ഡെമോഗ്രാഫിക്കാണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏജിൻ്റെ ബേസിലാണോ ചെയ്യേണ്ടത്, മെയിൽ ഫീമെയിൽ സെക്സിൻ്റെ ബേസിലാണോ ചെയ്യേണ്ടത്, ഇൻകത്തിൻ്റെ ബേസിലാണോ, നമ്മൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻകം ഉണ്ടാവില്ല, ഹൈ ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, അതിൻ്റെ ബേസിലാണോ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ്. പിന്നെ നാലാമത്തെ പ്രൊഫൈൽ ദ സെഗ്മെൻ്റ് ആണ്. പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സെഗ്മെൻറ്റിനെയും എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്റ്റെയിൻ ദ ഡീറ്റെയിൽഡ് ബയർ പ്രൊഫൈൽ ഇൻഫർമേഷൻ ഫോർ ഈച്ച് സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റിലുള്ള ബയേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഫൈൽ ദ സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സെഗ്മെൻറ്റിൻ്റെയും കൺസ്യൂമേഴ്സിനെ ഇൻഡെപ്ത് ആയിട്ട് വിവരണം നമ്മൾ ലഭ്യമാക്കുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, പ്രൊഫൈൽ സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തത് ഇവാലുവേറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ് ആണ്. കമ്പനിന് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് സെഗ്മെൻറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആവുക, അല്ലെങ്കിൽ ഏത് സെഗ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുക എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇവാലുവേറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സെഗ്മെൻറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള, അല്ലെ, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഏത് സെഗ്മെൻറ്റിൽ നിന്നാണ് എത്ര പ്രോഫിറ്റ്, ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എത്രയൊക്കെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഇവാലുവേഷനിലൂടെ നമ്മൾ നടത്തുന്നത്. ദെൻ ആറാമത്തത് സെലക്ട് സെഗ്മെൻ്റ് ആണ്. സെലക്ട് സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ, എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും നല്ലത്, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, നമ്മുടെ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിലും ഒക്കെ ഡിമാൻഡ് ഉണ്ടാകുന്ന സെഗ്മെൻറ്റ് ഏതാ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നതിനാണ് ആറാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്റ്റെപ്പുകൾ പറയുന്നത്. പിന്നെ ഇനി ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ക്രൈറ്റീരിയയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് മെഷറബിലിറ്റി ആണ്. സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സൈസ്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ, അതുപോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ സെഗ്മെൻറ്റിൻ്റെ സൈസ്, അവിടുത്തെ ആൾക്കാരെ പർച്ചേസിങ് പവറൊക്കെ മെഷർ ചെയ്യാൻ പറ്റണം, അളക്കാൻ പറ്റണം എന്നുള്ളതാണ് ആദ്യത്തേത്. ചുരുക്കി പറഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ മെഷറബിൾ ആയിരിക്കണം. രണ്ടാമത്തത് ഹോമോജീനിറ്റി ആണ്. ഓക്കെ, ഓരോ സെഗ്മെൻറ്റിലുള്ള ആളുകളുടെ ഓരോ താല്പര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. മീൻസ് നമ്മൾ ഓരോ സെഗ്മെൻറ്റ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ സെഗ്മെൻറ്റിനും കോമൺ ആയിട്ടുള്ള എന്തായിരിക്കണം, താല്പര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്കും ഒരേ താല്പര്യങ്ങൾ ആയിരിക്കണം എന്നുള്ളത്. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തത് സബ്സ്റ്റാൻഷ്യലിറ്റി ആണ്. സബ്സ്റ്റാൻഷ്യലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഗ്മെൻറ്റ് വലുതും അതുപോലെ തന്നെ സെയിൽ ജനറേറ്റ് ചെയ്യുന്നതും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതും ആയിരിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സെഗ്മെൻറ്റ് എന്തായിരിക്കണം, ലാർജ് ആയിരിക്കണം, സെഗ്മെൻറ്റ് വലുതായിരിക്കണം, അതുപോലെ തന്നെ അതെന്തായിരിക്കണം, സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം. ദെൻ നാലാമത്തത് ആക്സസിബിലിറ്റി ആണ്. ആക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള ആ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് ആക്സസിബിൾ ആവണം, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളെ എത്തിക്കാൻ പറ്റണം, നമ്മൾ പ്രൊഡക്റ്റ് അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ലോവർ കോസ്റ്റിൽ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി
നെക്സ്റ്റ് റെസ്പോൺസീവ്നെസ് ആണ്. ദ കൺസ്യൂമർ ഇൻ ദി സെഗ്മെൻറ്റ് മസ്റ്റ് ബി റെസ്പോണ്ട് പോസിറ്റീവ്ലി. ആ ഒരു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റെസ്പോണ്ടിലുള്ള ആ ഒരു സെഗ്മെൻറ്റിലുള്ള എന്തായിരിക്കണം, കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്തായിരിക്കണം, പോസിറ്റീവായിട്ട് റെസ്പോണ്ട് തരുന്നവരായിരിക്കണം. നെക്സ്റ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യലാണ് അല്ലേ, ഭാവിയിൽ വളരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കണം. നമ്മളിപ്പോഴല്ല, ഇപ്പോൾ നല്ല ലാഭം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ലാഭം മീൻസ് അവിടെ നമ്മുടെ ഡിമാൻഡ് കുറയരുത്. എന്താണ്, ഭാവിയിൽ വളരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം. നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി അല്ലേ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തായിരിക്കണം അത്, ദർ ഷുഡ് ബി എ സഫിഷ്യൻറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻ ദി സെഗ്മെൻറ്റ് സെലക്റ്റഡ്. നമ്മുടെ ഗുഡ്സിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഉള്ള സെഗ്മെൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ക്രൈറ്റീരിയ. ഇനി എന്തിനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓക്കെ, എനിവേ എന്താണ്, എന്തിനാണ് നടത്തുന്നത്, ഡിഫറെൻറ്റ് പീപ്പിൾ പ്രിഫർ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് അല്ലേ. എന്താണ്, നമുക്ക് തന്നെ അറിയാം പല ആളുകളും പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. എന്നാൽ ഓരോരുത്തർക്ക് അനുസരിച്ച് നമ്മുടെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ നെസസറി ടു ഡെവലപ്പ് പ്രൈസിങ് സ്ട്രാറ്റജി അല്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തണം. അതുപോലെ തന്നെ റിക്വയർഡ് ടു ഡെവലപ്പ് എ ഡിഫറെൻറ്റ് പ്രൊമോഷണൽ പ്രോഗ്രാംസ് അല്ലെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊമോഷണൽ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വേണം. അതുപോലെ തന്നെ നെസസറി ടു അറേഞ്ച് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ഓരോ രീതിയിലേക്കും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, അതിന് അവിടെ മിഡിൽ മാൻ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റേഷൻ വേണം. അതുപോലെ തന്നെ നീഡഡ് ഫോർ സെലക്ഷൻ ഓഫ് ബ്രാൻഡ് അംബാസഡർ അല്ലേ, ഓരോ സെഗ്മെൻറ്റേഷൻ അനുസരിച്ച് നമ്മൾ എന്തായിരിക്കണം, വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തരായിട്ടുള്ള അംബാസഡർമാരൊക്കെ ആയിരിക്കണം നിയമിക്കേണ്ടി വരും ആ സ്റ്റാൻഡേർഡിനനുസരിച്ച്. സോ അത്തരത്തിൽ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും, സെഗ്മെൻറ്റേഷൻ വേണം. ലാസ്റ്റ് വൺ നെസസറി ടു ഗെറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മൾ എല്ലാവർക്കും കൂടെ നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, പ്രൊഡക്റ്റിന് വേണ്ടത്ര സെയിലോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെ കമ്പനി അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് അങ്ങനെ അവിടെ നിലനിൽക്കും. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യണതും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് വളരാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും. കേവലം അല്ലേ ഒരു ഓൾ ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അതുപോലെ തന്നെ ഹയർ ലെവലിലുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് പ്രൊഡക്റ്റ് ഇറക്കിയാൽ നമുക്ക് വലിയ മാർക്കറ്റ് അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഒന്നും ഉണ്ടാവില്ല. സോ അത്ര ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെഗ്മെൻറ്റേഷൻ നടത്തണം, എന്നാലേ നമുക്ക് ഡെവലപ്പ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ സെഗ്മെൻറ്റേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുവറാണ് അല്ലേ നമുക്ക് ഡെവലപ്പ് ആകാൻ പറ്റും. അതാണ് നീഡ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, എനിവേ താങ്ക്സ്.